ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് CSIRന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ വേക്കൻസികൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 36ഓളം വേക്കൻസികളാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായത് ഫെബ്രുവരി 28, 2025 ഇതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഏപ്രിൽ 11, ഏപ്രിൽ 11, 2025. ഇത് വേരിയസ് സ്ട്രീംസിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കും BSc കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് 36 പോസ്റ്റുകളാണ് അവർ വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 6 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ സ്ട്രീംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കാറ്റഗറി വൈസ് ആണ് അവർ വേക്കൻസികൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. URന്, OBCക്ക്, SC, ST, EWS അങ്ങനെ കാറ്റഗറി വൈസ് വേക്കൻസികൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 60% മാർക്കോട് കൂടി പാസ്സായവർക്ക് ഒരു 2 ഇയർ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. 6 പോസ്റ്റുകളുണ്ട്. അതിൽ UR കാറ്റഗറിയിൽ 2, OBCയിൽ 2, SCക്ക് 2 അങ്ങനെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 16 പോസ്റ്റുകളുണ്ട്. അത് എല്ലാ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ കാറ്റഗറിക്ക് ഡിഫറെൻറ്റ് വേക്കൻസികളാണെന്ന് മാത്രം. 60% മാർക്കും 2-3 ഇയേഴ്സ് എക്സ്പീരിയൻസും അതിനും ആവശ്യമാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുമ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തവർക്ക് ഒരു പോസ്റ്റ് UR കാറ്റഗറിയിൽ മാത്രമാണ് അതിൻ്റെ വേക്കൻസി അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നില്ല, 60% മാർക്ക് മാത്രം മതി. അതിൽ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ല. BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ UR കാറ്റഗറിയിൽ 2 വേക്കൻസിയും OBCയിൽ 1, SCയിലും EWSയിലും 2 വീതവും വേക്കൻസികളുണ്ട്. അത് കഴിഞ്ഞ് മൾട്ടിമീഡിയ BSc ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ കഴിഞ്ഞവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് OBC കാറ്റഗറിയിൽ വരുന്നവർക്കാണ് വേക്കൻസി അപ്ഡേറ്റ് ആയിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും 2 പോസ്റ്റുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൽ 60% മാർക്കും 2 ഇയർ റിലവൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസും വേണം. അതിൽ UR കാറ്റഗറിക്ക് 1, OBCക്ക് 1 എന്നിങ്ങനെയാണ് പോസ്റ്റുകൾ പോയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും 60% മാർക്കും 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 3 പോസ്റ്റുകളുണ്ട്. അതിലും UR, OBC, ST അങ്ങനെ കാറ്റഗറി വൈസ് ആണ് വേക്കൻസികൾ ഡിവൈഡ് ആയിട്ടുള്ളത്. BSc ഇൻ ഫിസിക്സ് കഴിഞ്ഞവർക്ക് 60% മാർക്ക് ഉള്ളവരാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക്, OBC കാറ്റഗറി ആണെങ്കിൽ നമുക്കൊരു വേക്കൻസി ഉണ്ട് അതിലേക്ക്. ഡിപ്ലോമ ഇൻ മെറ്റലർജി കഴിഞ്ഞവർക്കും 60% മാർക്കും 2 ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് UR കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 60% മാർക്കും 2 ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് 2 പോസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് PWD, EWS കാറ്റഗറിയിലേക്കാണ് വേക്കൻസികൾ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അതേപോലെ BSc ഇൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിൽ BSc ഡിഗ്രി ഉള്ളവരാണെങ്കിൽ 60% മാർക്കും 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ 2 പോസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ വേക്കൻസി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് OBC കാറ്റഗറിയിൽ ഒരു പോസ്റ്റാണുള്ളത്. ഇതിന് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് PWD, SC, ST, വുമൺ, എക്സ് സർവീസ്മാൻ എന്നിവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. നമ്മളിത് ഓൺലൈനിലായിട്ടാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ അവർ വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് പറയാം. ഇപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിലൂടെയാണ്. 3 ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ അടുത്ത 2 സെക്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് സെക്ഷനാണ്. അതിൽ വരുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 മാർക്ക് വീതമാണ് ഈച്ച് ക്വസ്റ്റ്യന്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് സെക്കൻഡ് പേപ്പർ ഉണ്ടാവും. അതിൽ ജനറൽ അവയർനെസ് 25 മാർക്ക്, ഇംഗ്ലീഷ് 25 മാർക്ക് എന്നിങ്ങനെയാണ്. അത് 75 മാർക്കിനാണ് എക്സാം. മാക്സിമം മാർക്ക് ജനറൽ അവയർനെസ് 75 മാർക്കും ഇംഗ്ലീഷും 75 മാർക്ക്. അതായത് 3 മാർക്ക് വീതമാണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. പക്ഷെ അവിടെ 1 മാർക്ക് വീതം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പാർട്ട് 3യിൽ വരുന്നത് നമ്മളുടെ ഏതാണോ കോർ സബ്ജക്റ്റ് അതിൻ്റെ എക്സാം ആണ്. അത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. 3 മാർക്ക് വീതം, അതായത് 300 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും നടക്കുന്നത്. അതിലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അവരുടെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ SSLC +2 ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, BSc കംപ്ലീറ്റ് ചെയ്ത ഒരു BSc സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യണം. അതേപോലെ നമ്മൾ ഫീ പേയ്മെൻറ്റ് ഉള്ളവരാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റും നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 28 ഫെബ്രുവരി 2025 ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 11, 2025 അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.